നമ്മളിപ്പോൾ കാണുന്നത് 4x4 ബൊലോറ പിക്കപ്പിലാണ്. ഒരു 6-7 6 ഇഞ്ചല്ല 6 അടി ചുറ്റളവുള്ള റിങ്ങുകളും കൊണ്ട് പതിയെ അവൻ ഇറക്കമൊക്കെ ഇറങ്ങിപ്പോവുകയാണ്. അവിടെ നമ്മുടെ ഒരു സുഹൃത്ത് ഒരു കിണർ കുഴിക്കുന്നുണ്ട്. കിണറിൻ്റെ അടിവശം എല്ലാം ഈ കുഴിക്കുന്നതനുസരിച്ച് 10-12 കോല് ഉണ്ട്. കുഴിക്കുന്നതനുസരിച്ച് അതിൻ്റെ അടിവശമൊക്കെ ഇടിഞ്ഞു പോവുകയാണ് കുറേ കഴിഞ്ഞപ്പോൾ. അപ്പോൾ റിങ് ഇറക്കാണ്ട് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഈ റിങ് വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. ഈ റിങ് ഈ വാഹനത്തിന് കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ ഡ്രൈവറായിട്ടുള്ള ആൾ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇറക്കാനായിട്ടുള്ള ആളുകളൊക്കെ വേണം. ഈ റിങ്ങിൻ്റെ നിർമ്മാണം എന്ന് പറഞ്ഞാൽ അതിന് കുറേ ദിവസങ്ങളെടുത്തിട്ടുള്ള നിർമ്മാണമാണ്. ഒരു കാരണവശാലും ചെറിയ ഷെയ്ക്കുകളൊന്നും വന്നാൽ പൊട്ടിപ്പോകരുത്. അതിന് വേണ്ടിയിട്ട് അതിനകത്ത് ഈ പല കമ്പനിക്കാരും പല രീതിയിലുള്ള കമ്പികളാണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഇപ്പോൾ 6 mm കമ്പിയാണെന്നാണ് പറയുന്നത്. 2 റൗണ്ടായിട്ടുള്ളതുകൊണ്ട് ഇത് നിർമ്മിച്ചതിന് ശേഷം ഈ റിങ്ങിൻ്റെ എല്ലാത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ അരഞ്ഞാണം വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന് കിണറുകൾ ഇറങ്ങുന്ന സമയത്ത് ഈ ചവിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു വശം വീതി കുറവും, ഒരു വശം ഒരു 4 ഇഞ്ച് വീതിയാണെങ്കിൽ മറു സൈഡ് 6 ഇഞ്ചോ 8 ഇഞ്ചോ ഒക്കെ ആയിരിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ നിർമ്മാണം. അതുകൊണ്ടാണ് നമ്മൾ ഈ റിങ് ഇറക്കിയിരിക്കുന്ന കിണറിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാം ഈ അരഞ്ഞാണം പോലെ എന്ന് പറഞ്ഞാൽ റൗണ്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൽ നിന്നുകൊണ്ട് ഇറങ്ങിപ്പോകാനും കയറിപ്പോകാനൊക്കെ പറ്റും. അപ്പം അങ്ങനെയുള്ള രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം. അപ്പോൾ ഒരു വശത്ത് റിങ്ങിൻ്റെ സൈഡ് ഇച്ചിരി വീതി കൂടുതലും, ഒരു സൈഡ് ഇച്ചിരി വീതി കുറവുമാണ്. അപ്പോൾ വളരെ ഭദ്രമായിട്ടാണ് നടക്കുന്നത്. ഈ വാഹനം ഇതിനു വേണ്ടി തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പോലെയാണ് നമുക്കിപ്പോൾ തോന്നുന്നത്. കാരണം വെച്ചാൽ അതിൻ്റെ സൈഡ് ഡോറുകളൊക്കെ ലോറിയുടെ പോലെ തുറന്നു വെച്ചിട്ട് വളരെ ഈസി ആയിട്ടാണ് അവരത് ഇറക്കുന്നത്. എങ്കിലും നല്ല വെയിറ്റ് ഉണ്ട്. ആ വെയിറ്റ് അവർ ഉരുട്ടിക്കൊണ്ട് പോകുമ്പോൾ തന്നെ നമുക്കത് കാണാനായിട്ട് സാധിക്കും. നല്ല വെയിറ്റ്. കയ്യിൽ നിന്ന് ബാലൻസൊക്കെ തെറ്റി മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞൊക്കെ പോകാൻ സാധ്യത. കണ്ടോ, അതിന് റിങ് ഇറക്കുന്ന വളരെ വിദഗ്ധമായ രീതിയിലാണ് ഡ്രൈവർ ഇറക്കുന്നത്. കാരണം വണ്ടിയുടെ തന്നെ ഒരു കമ്പിയിൽ ആ നല്ലൊരു വടവിട്ടിട്ട് അതിൽ നിന്ന് പയ്യെ ചെരിച്ചു കൊടുത്തിട്ട് അത് നമ്മുടെ ചേട്ടന്മാർ അതിൻ്റെ സെൻറ്ററിൽ കെട്ടിയിട്ട് ഇരുവശത്തൊന്നും പിടിച്ചിട്ട് അത് ആ വണ്ടിയിൽ നിന്ന് നേരെ നിലത്ത് വന്ന് കുത്തുകയാണ് ചെയ്യുന്നത്. കൈക്കൊന്നും താങ്ങാൻ പറ്റത്തില്ല. നല്ലൊരു വെയിറ്റ് ഉണ്ട്. ടൺ കണക്കിന് വെയിറ്റുള്ളതാണ് ഓരോ റിങ്ങിനും. അതുകൊണ്ട് അത്രയും ശ്രദ്ധിച്ച് കൊണ്ടുപോകണം. അത് എന്തെങ്കിലും ഒരു കാരണവശാൽ കയ്യിൽ നിന്ന് ബാലൻസ് തെറ്റിയ ഇടുകലും മാത്രമേ നടക്കുകയുള്ളൂ. പല ആൾക്കാർക്കും ഇത് വീണ് പരിക്ക് പറ്റിയതായിട്ടൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അവരും പറഞ്ഞു കണ്ടോ, ഒരു പട്ടി ആ സമയത്ത് റിങ് കൊണ്ടുവന്ന് കാണാനായിട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മൾ ദൂരെ നിന്ന് നോക്കുന്നുള്ളൊരു കാഴ്ചയിൽ നേരം വിളക്കണം. മഞ്ഞ് കണ്ടോ, നല്ല മഞ്ഞാണ് അവിടെയല്ല. നേരം വിളത്ത ഉടനെ തന്നെ എൻ്റെ പണി ആരംഭിക്കുവാണ്. എങ്കിൽ പോലും കണ്ടോ ആ സ്ഥലത്തിൻ്റെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മഞ്ഞാണ് കാണുന്നത്. ഇത് മൂന്നാറും ഒക്കെ അടുത്ത സ്ഥലമാണ്. അതുകൊണ്ടാണ് ഈ മഞ്ഞുമൊക്കെ ആയിട്ടൊക്കെ വരുന്നത്. കഞ്ഞിക്കുഴി എന്ന് പറയുന്നൊരു സ്ഥലത്താണ്, പഞ്ചായത്തിലുള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ അവിടെ രാവിലെ നല്ല മഞ്ഞൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ എൻ്റെ പണി തുടരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണെങ്കിലും കുറേയധികം റിങ്ങുകളുണ്ട്. കാരണം ഒരു 10-12 റിങ് അല്ലെങ്കിൽ അത് കൂടുതൽ റിങ്ങുകളൊക്കെ വേണ്ടി വരുമെന്നാണ് അവർ പറയുന്നത്. അത് കൊണ്ടിരുന്ന വാഹനത്തിൽ ദൂരെ നിന്ന് കൊണ്ടിരുന്ന ഇളക്കവും തട്ടവും ഒന്നും കൂടാതെ വേണം അത് കൊണ്ടുവരാൻ. അങ്ങനെ കൊണ്ടുവന്നിട്ട് ആണ് ഇവർ 2 പേര് ആദ്യം ഇറക്കം നമ്മൾ കണ്ടതാണ്. ഇനിയിപ്പോൾ 3 പേര് കൊണ്ടുവന്ന് 4 പേര് 6 പേര് വരെയൊക്കെ ഇതിനൊക്കെ ഉണ്ടെങ്കിൽ അത്രയും സൗകര്യമാണ്. ഈ വീടിരിക്കുന്നതിൻ്റെ താഴെ ഒരു വലിയ മരം കണ്ടോ, ആ മരത്തിൻ്റെ ആ ഭാഗത്താണ് ഈ കുഴൽക്കിണറല്ല ഈ കിണർ കുഴിച്ചിരിക്കുന്നത്. ഈ റിങ് ഇറക്കാൻ വേണ്ടിയുള്ള കുഴിച്ചിരിക്കുന്നത്. അതിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വാഹനത്തിൽ ഇത് കൊണ്ടുവന്ന് ഇറക്കുന്നതിൻ്റെ ഒരു കാര്യമാണ് നമ്മളിവിടെ ഇത് കാണിക്കുന്നത്. കാരണം ഇറക്കുന്നതിൻ്റെ ആ ടെക്നിക്കൽ ഭാഗങ്ങളാണ്. ഈ വാഹനത്തിൻ്റെ തന്നെ ബാക്കിലെ ഡോറും സൈഡിലെ ഡോറും തുറന്നു വെച്ചിട്ട് ആ വാഹനത്തിൻ്റെ തന്നെയുള്ള ഫ്രണ്ടിലേക്കുള്ള അതിൻ്റെ ഒരു ബോഗി, അതിൻ്റെ ഫ്രണ്ടിലെ ക്യാബിൻ്റെ അതിൻ്റെ പുറകുവശത്തായിട്ട് ക്യാബിനെ പോയി ഈ ലോഡുകളൊന്നും പോയി ഇടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കാരിയറുണ്ട്, ഗാർഡുണ്ടത്. അതിൻ്റെ മെയിനായിട്ടുള്ള കമ്പിയിലാണ് ഈ വടം പോലുള്ള കയറ് കെട്ടിയേക്കുന്നത്. ഡ്രൈവർ എൻ്റെ എക്സ്പെർട്ട് ആളാണ്. പുള്ളി തന്നെയാണ് അതിൽ നിന്ന് കയറ് വടം കെട്ടിയിട്ട് അവിടുന്ന് ഇത് താഴ്ത്തി പിടിച്ചു കൊടുക്കുന്നു. അത്രയും വെയിറ്റ് ആ കയ്യിൽ തന്നെ ആ വടത്തിൽ തന്നെ ചുറ്റിയിരുന്നിട്ട് ബാക്കി നിലത്തോട്ടെത്തിക്കണം. ആ വാഹനത്തിലിരിക്കുന്ന സാധനം തന്നെ നേരെ നിലത്ത് വശത്തേക്കാണ് വന്ന് അതിൽ കൂടി 3 വശത്തും കൂടെ ഓർത്തിക്കൊണ്ട് നിലത്ത് കൊണ്ടുവന്ന് ചാടിക്കുന്നു. അവർ ഭംഗിയായിട്ട് ഉരുട്ടുന്നു. കണ്ടോ, ഇതുപോലെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ പിടിച്ചു വെക്കുന്നു, അവർ ഉരുട്ടിക്കൊണ്ട് പോകുന്നു.
ഇതിനകത്ത് കയറൊക്കെ ഇട്ട് നല്ല സ്ട്രോങ് ആയിട്ട് കയറൊക്കെ ഇട്ട് കെട്ടിയാണ് കേട്ടോ. ഇനി കയറ് കെട്ടുന്നതിൻ്റെ ഒരു പ്രത്യേകമുണ്ട്. നേരെ മുകൾ വശത്ത് കൂടെ തന്നെയാണ് അവർ ആ കയറ് കെട്ടുന്നത്. ആ മുകൾ വശത്ത് കൂടെ കെട്ടിയിട്ട് നേരെ പുറകെ കൊണ്ടുവന്ന് കെട്ടുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ ഈ പോരുന്ന വഴിക്ക് വല്ല ഓസോ വയറോ അതുപോലെ എന്തെങ്കിലും തടസ്സങ്ങൾ വല്ലതുമൊക്കെ ഉണ്ടെങ്കിൽ അതിലുടക്കാതെ ഈ കയറ് വഴി സ്ലിപ്പായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടും കൂടെ കൂടിയിട്ടുള്ള രീതിക്കാണ് വളരെ ടെക്നിക്കലായിട്ടാണ് ഇതിൻ്റെ കയറുകൂടെ കെട്ടുന്നത്. ഇതിൻ്റെ മുകളിലൊക്കെ പോകുന്ന സമയത്ത് വെച്ചാൽ പൊക്കം കൂടുതലായതുകൊണ്ട് ഓസ് വയറുകളൊക്കെ വല്ലതും തട്ടുവാണെങ്കിലും മുറിഞ്ഞു പോകാതെ പൊട്ടിപ്പോകാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെയാണ് കെട്ടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടെന്ന് വെച്ചിട്ട് ആദ്യം അഴിച്ചതിന് ശേഷം കയറെല്ലാം കൂടെ അടുക്കി കെട്ടി വെക്കണം. അടുത്ത ലോഡും കൊണ്ടുവരാനുള്ളതല്ലേ. വളരെ സർക്കസ് പോലെ കൊണ്ടുവന്നുണ്ട്. അപ്പോൾ സർക്കസിൻ്റെ റിങ് പോലെയൊക്കെ വേണമെങ്കിൽ തോന്നാം. എൻ്റെ വിദഗ്ധന്മാരായിട്ടുള്ള തൊഴിലാളികളാണ്. ഇതിൻ്റെ കയറ് നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് കണ്ടോ, ആ കയറ് അവിടെ നേരെ സെൻറ്ററിൽ തന്നെയാണ് കെട്ടിക്കൊടുക്കുന്നത്. അതുപോലെയാണ് മെയിനായിട്ട് എല്ലാം കൂടെ കൂട്ടി കെട്ടിക്കൊണ്ടുവരുന്നത്. നമ്മുടെ ഇതിൻ്റെ മെയിൻ ആളാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ അവർ എൻ്റെ മുകളിൽ അത് കെട്ടിക്കൊടുക്കുന്നുണ്ടത്. അതിന് ഷെയ്ക്ക് വടത്തിനുണ്ട് ഈ കെട്ടുന്ന കയറിന് ഈ കോൺക്രീറ്റ് കൊണ്ടിട്ട് അത് മുറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് കട്ടിക്ക് പേപ്പറൊക്കെ മടക്കി വെച്ചിട്ടാണ് അത് കെട്ടുന്നത്. 2 വണ്ടിയുടെ കയറെ കെട്ടിയതിന് ശേഷം കണ്ടോ ഇവർ 2 കൂടെ തന്നെ ഇറക്കുന്നുണ്ടോ. അതാണ് എൻ്റെ ബാലൻസിൻ്റെ ഒരു അതാണ് എന്താ നിത്യാഭ്യാസി ആനയെടുക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ്. സ്ഥിരമായിട്ട് കൈകാര്യം ചെയ്യുന്നവരാണെന്ന് ആയതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് കണ്ടോ ഒരാളും 2 പേരും ഒക്കെ ചേർന്ന് അവനെ അങ്ങ് നോർക്കുകയാണ്. ഇനി അടുത്ത് പിടിക്കാനായിട്ട് എൻ്റെ കൂടുതൽ ആൾക്കാർ അടുത്ത് ഇരിക്കുന്നവർ വരും. അപ്പോൾ ഇവർ തന്നെ അത് പിടിച്ച് നോർത്തി ഉരുട്ടിക്കൊണ്ടുവരാനുള്ള ശ്രമമാണെന്നാണ് തോന്നുന്നത്. എങ്ങനെയാണ് 2 പേര് ആഞ്ഞ് പിടിച്ചിട്ടുണ്ട്. നല്ല ടൺ കണക്കിന് വെയിറ്റ് ഉള്ളതാണ്. ഇവർ 2 പേരും കൂടെ കൂടിയിട്ട് ഉരുട്ടിക്കൊണ്ട് പോകാൻ ആ പ്ലാനെന്നാണ് തോന്നുന്നത്. അതെ, പയ്യെ ഉരുട്ടി കൊണ്ടുപോകുന്നുണ്ട്. അത് കൊണ്ടുപോകുന്നുണ്ട്. ഇത് ഈ റിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു വശത്തേക്ക് നൈസായിട്ടുള്ളൊരു ചെരുവുണ്ടത്. വീണ്ടും അതിൻ്റെ ലോഡുകൾ ഇറക്കിയിരിക്കുകയാണ്. കാരണം വെച്ചാൽ ഇതിൽ ചുമന്നുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഈ വാഹനമൊക്കെ ഏകദേശം അടുത്ത് ചെല്ലുന്ന സ്ഥലത്തുള്ള കിണറുകളിലാണ് ഇത് ഇറക്കാനായിട്ട് എളുപ്പം. അല്ലെന്നുണ്ടെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഇവർ ഇതിൻ്റെ റിങ് കൊണ്ടുവരും. റിങ് റിങ്ങാകുമ്പോൾ പല പാഴ്സായിട്ട് കൊണ്ടുവരാമല്ലോ. ആ റിങ്ങുകൾ കൊണ്ടുവന്നിട്ട് അവിടെ നട്ട് ബോൾട്ടിട്ട് സെറ്റ് ചെയ്ത് വാർത്തിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. ഒത്തിരി ദൂരങ്ങളിലുള്ള അല്ലെങ്കിൽ വാഹനങ്ങളൊന്നും ഏകദേശം അടുത്ത് ചെല്ലാത്ത സ്ഥലങ്ങളിലൊക്കെയാണ്. ഒന്നെങ്കിൽ വാഹനം ചെന്നിട്ട് ഇത് ഉരുണ്ട് വീണ് പൊട്ടിപ്പോകാത്ത സാഹചര്യത്തിൽ ഇതുപോലെ നൈസായിട്ടൊക്കെ ഇതുപോലെ തള്ളിക്കൊണ്ടൊക്കെ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഉരുട്ടിക്കൊണ്ടൊക്കെ അങ്ങ് പോകാം. ചില സ്ഥലങ്ങളിലൊന്നും ഉരുട്ടിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. ചില സ്ഥലങ്ങളിലൊക്കെ നിരത്തിക്കൊണ്ടേ പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ അവസാനത്തെ റിങ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണത്. അപ്പോൾ അടുത്ത എന്നെ പിടിക്കാനായിട്ട് താങ്ങാനായിട്ട് ആളുകൾ വരുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. കണ്ടോ, ഒറ്റയാളുടെ കയ്യിൽ തന്നെ ടൺ കണക്കിന് വെയിറ്റുള്ളൊരു സാധനം ആ കരിയറുള്ള കമ്പിയൊക്കെ കൂട്ടിയിട്ട് പിടിച്ചിരിക്കുകയാണ്. അതാണ് 3 പേര് ആത്മാർത്ഥമായിട്ട് പിടിക്കുന്നുണ്ട്. അവരെല്ലാം കൂടെ കൂടിയിട്ട് ഞാനൊക്കെ പണ്ട് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചുമന്നുകൊണ്ട് പോവുകയാണ് എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ അതല്ല, റിങ് നല്ല സ്ട്രോങ് ആയതുകൊണ്ട് ഉരുട്ടിക്കൊണ്ട് പോയാലും പൊട്ടലൊന്നും ബാധിക്കത്തില്ലെന്നാണ് പറയുന്നത്. എങ്ങനെയാണല്ലോ എൻ്റെ ചേട്ടന്മാരെല്ലാം കൂടെ കൂടിയിട്ടുണ്ടെന്ന് ഇപ്പം നൈസായിട്ട് സംഗതി ഇപ്പം ഈസി ആയിട്ട് എത്തുന്നു. അത്രയും പേര് പിടിച്ചിട്ട് പോലും അത് നിരങ്ങാനായിട്ട് വരുന്നൊരു പാട് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. കേട്ടോ, എന്തൊരു പാടാണെന്ന് നോക്കി. അത്രയും നല്ല വെയിറ്റാണ്. അവരുടെ പിടുത്തത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. അത് ഒത്തിരി ആളുകളുള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ ഈ പ്രാവശ്യത്തെ റിങ് അവസാനത്തെ റിങ് ആയതുകൊണ്ട് എല്ലാവരും കൂടെ കൂടി ആത്മാർത്ഥമായിട്ട് പിടിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവിടെ കൊണ്ട് വെക്കാൻ പറ്റും. കാരണം ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. നോക്കിയാൽ 4 പേരുണ്ട്. 4 പേരും കൂടെ 4 സൈഡിൽ നിന്നായിട്ട് വളരെ വിദഗ്ധമായ രീതിയിൽ പിടിക്കുക. അപ്പോൾ ഒരു കാരണവശാലും സൈഡിലേക്ക് പോകില്ല. അപ്പോൾ ഈ റിങ്ങുകളെല്ലാം കൂടെ കൊണ്ടുവന്നിട്ടുള്ള റിങ്ങിൻ്റെ കമ്പനിയുടെ ഒരു വാഹനമാണിത്. ഈ വാഹനത്തിലാണ് ഈ റിങ്ങുകളെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത്. അവർ തന്നെ ഈ വാഹനത്തിൽ എഴുതിയിട്ടുണ്ട് റിങ്, കിണർ, മാത വർക്ക്, ഇങ്ങനെയുള്ള വർക്കുകളെല്ലാം ചെയ്ത് കൊടുക്കുന്ന ആളാണ് ഡ്രൈവർ. അങ്ങനെയാണല്ലോ അതിൻ്റെ താഴെ കിടന്നിരുന്ന പേപ്പറെല്ലാം പിറക്കി എല്ലാം പരിസരമെല്ലാം മലിനീകരണമാക്കാതെല്ലാം മാറ്റിയിട്ടുണ്ട്. എങ്ങനെയാണല്ലോ വന്നിട്ട് അവിടെ തന്നെ ഇട്ട് തിരിക്കാൻ പറ്റാത്തതുകൊണ്ട് അത് റിവേഴ്സ് തന്നെ വാഹനം കയറി പോവുകയാണ്. നമ്മുടെ വഴികളൊക്കെ വീതി കുറഞ്ഞതും എല്ലായിടും ദുർഘടമായിട്ടുള്ള വഴികളൊക്കെ ആയതുകൊണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ ഡ്രൈവർമാർ എന്നാ പറഞ്ഞു പോകും. കാരണം വെച്ചാൽ ഇതുപോലെ തന്നെ ഒത്തിരി ദൂരം ഇങ്ങനെ റിവേഴ്സിൽ പോകേണ്ട ഒരു അവസ്ഥയൊക്കെ പല സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ ഇവിടെയുള്ള ഡ്രൈവർമാരൊക്കെ വളരെ വിദഗ്ധമായ രീതിയിൽ കൊണ്ടുപോയി തിരിച്ചെടുത്തുകൊണ്ട് അവർ പോകും. കാരണം വെച്ചാൽ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സ്ഥലങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒതുങ്ങിയ സ്ഥലങ്ങളായിരിക്കും, ഇടുങ്ങിയ സ്ഥലങ്ങളായിരിക്കും. മുന്നോട്ട് പോയാൽ
തിരിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ ഒത്തിരി ദൂരം ഇതുപോലെ തന്നെ റിവേഴ്സിൽ വരണം. പിന്നെ ഈ ബെലോറോ പിക്കപ്പ് 4x4 എന്ന് പറഞ്ഞ വണ്ടിയുടെ ഒരു പ്രത്യേകതയും കൂടെയുണ്ട്. ഇത് എവിടെയും കയറിപ്പോവും, നടന്ന് കയറിപ്പോവും, എത്രയും ലോഡും വലിച്ചുകൊണ്ട് പോകും. 2 ടണ്ണോളം മിച്ചം ലോഡ് വഹിക്കാൻ പറ്റുന്ന വാഹനങ്ങളെന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണെങ്കിലും നമ്മുടെ ഈ വണ്ടിയെ കാണുന്ന ഈ ചേട്ടൻ്റെ ഇന്നത്തെ വർക്ക് ഈ റിങ് എത്തിക്കുക എന്നുള്ളതാണ്. റിങ്ങെല്ലാം എത്തിച്ചിട്ട് ചേട്ടൻ തിരിച്ച് പോകുന്നൊരു ഭാഗമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എങ്ങനെയാണേലും നമ്മൾ ഇതുപോലെയുള്ള വാഹനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ റിങ്ങുകളും കട്ടകളും ഇതുപോലുള്ള എത്തിക്കാൻ പറ്റുന്നുണ്ട്. അത് ഇതുവരെ വീഡിയോ കണ്ട് നിങ്ങൾക്കെൻ്റെ നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക്സ്.